ഹലോ ഹായ് മുത്തുമണീസുകളെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു മഴക്കാലമായാലും കേട്ടോ നമുക്ക് അലക്കി ചിക്കിടുന്നതാണ് കേട്ടോ ഭയങ്കര ഒരു പ്രയാസം. പിന്നെ നമുക്ക് സ്കൂളും മദ്രസും ഒക്കെ ഉള്ളതാകുമ്പോൾ മക്കളതൊക്കെ ഉണങ്ങി കിട്ടണമെങ്കിലൊക്കെ എന്തൊരു പ്രയാസമാണ്. അപ്പോൾ നിങ്ങളൊക്കെ എങ്ങനെയാണ് ചെയ്യലുള്ളതെന്നൊക്കെ ഒന്ന് കാണിച്ചു കേട്ടോ. അപ്പം നമുക്ക് മഴ പെയ്താൽ തന്നെ നമ്മളെ വീട് തന്നെ ഒരു വൃത്തിയില്ലാതെ അങ്ങോട്ടാവും കേട്ടോ. അലക്കണ സ്ഥലവും എല്ലാ സ്ഥലവും ഒരു വൃത്തിയില്ലായി കേട്ടോ. അപ്പം നമ്മൾ അലക്കിയൊക്കെ ചെയ്ത് അപ്പം ഞാൻ അലക്കി ചിക്കിരുന്ന സ്ഥലങ്ങളൊന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടോ. നമ്മളെ വീടിൻ്റെ ഉള്ളിൽ നമ്മൾ എങ്ങനെ വൃത്തിയിൽ കൊണ്ടുവരുന്നാലും നമ്മളെ വീടിൻ്റെ മഴക്കാലമായാലും നമ്മളെ വീടിൻ്റെ ഉള്ളിൽ നല്ല ഡെക്കറേഷൻ ആട്ടോ ഉണ്ടായത്. പിന്നെ ഫുള്ളായാലും ഇങ്ങോട്ട് കെട്ടി എവിടെയൊക്കെ ചിക്കിടേണ്ടിയെന്ന് അറിയില്ല. ബെഡ്റൂമിലും ഡൈനിങ് ഹാളിലും ഒക്കെ ഇങ്ങനെ ചിക്കിയിട്ട് ഇപ്പോൾ ഒക്കെ ഒരാൾ വീട്ടിലേക്ക് വന്നാൽ നമ്മളെ വീടൊക്കെ കാണാൻ കേട്ടോ നല്ല ഭംഗിയാണ്. അപ്പോൾ ഇത് നമ്മളുടെ വാഷിംഗ് മെഷീനിലൊക്കെ അലക്കിയിട്ട് പകുതി അതിന്നിട്ട് ഉണക്കി വെള്ളം ഒറ്റൂരല്ലോ, അതുകൊണ്ട് പിന്നെ എന്താ നമുക്ക് ഇങ്ങനെ ഉള്ളിലേക്ക് ഇങ്ങോട്ട് ഇടാൻ ചെയ്യാം കേട്ടോ. ഇപ്പോൾ സ്കൂളും മദ്രസൊക്കെ ഉള്ളതുകൊണ്ട് യൂണിഫോമൊക്കെ ഉണ്ടെങ്കിൽ വേഗം ഉണങ്ങി കിട്ടും വേണ്ടതാണല്ലോ. അപ്പം നമ്മൾ അലക്കിയിടുന്ന സ്ഥലങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടോ. ഇപ്പോൾ വീടിൻ്റെ നമ്മളെ ബെഡ്റൂമിൽ തന്നെ ഇങ്ങനെ അയൽ കെട്ടിയിട്ട് അവിടെ ഇങ്ങനെ മക്കളതൊക്കെ ഇവിടേക്ക് ഇട്ടു. പിന്നെ ഡെയിലി അവർക്ക് വേണ്ടിയതാണിത്. അവർക്ക് യൂണിഫോമും പിന്നെ ഒരേ നിക്കറും അങ്ങനത്തതൊക്കെ ഉണ്ടല്ലോ, പെട്ടെന്ന് ഉണങ്ങി കിട്ടേണ്ടതുമാണ്. പിന്നെ അവർക്ക് കളിക്കാൻ പോകുമ്പോൾ ഫുട്ബോൾ കളിക്കാൻ പോകുമ്പോൾ ഇടുന്ന ജേഴ്സി കാര്യങ്ങളൊക്കെ അതൊക്കെ തന്നെ പെട്ടെന്ന് ഉണങ്ങുകയും ചെയ്തോളും. അതൊക്കെ ഞാൻ നമ്മളെ ഈ ബെഡ്റൂമിൽ ഇവിടെ ഇങ്ങോട്ട് ഇട്ടു കേട്ടോ. പിന്നെ ബാക്കി കുറേ ഉണ്ടാവുമല്ലോ നമ്മളുടെ നൈറ്റികളും മറ്റതും മക്കളെ ജീൻസ് പാൻറ് അതൊക്കെ എനിക്ക് ഉണങ്ങി കിട്ടാൻ ഭയങ്കര ഒരു പ്രയാസമാണല്ലോ. പിന്നെ ഉള്ള സ്ഥലമൊക്കെ നോക്കി അങ്ങോട്ടൊക്കെ പറ്റി പിടിച്ച് കയറി നമ്മളെ കർട്ടൻ തൂക്കിയതൊക്കെ ഉണ്ടല്ലോ അതിൻ്റെ മുകളിലൊക്കെ അങ്ങോട്ട് തൂക്കിയിടും കേട്ടോ. ഇപ്പോൾ ഓരോ വീട്ടിലൊക്കെ പോയാൽ നല്ല ഭംഗിയാട്ടോ. വീടിൻ്റെ ഉള്ളിൽ ഇങ്ങോട്ട് കയറിയാൽ കാണാം അലക്കി ചിക്കിയിട്ടതും എവിടെയൊക്കെയാണ് ഉണ്ടാവല്. അപ്പോൾ നിങ്ങളൊക്കെ എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളതൊക്കെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ. പിന്നെ നമുക്ക് പുറത്ത് ഇങ്ങനെ സൗകര്യം ഇല്ലാത്തത് കൊണ്ടാണ് നമ്മൾ വീടിൻ്റെ ഉള്ളിലേക്ക് തന്നെ ഇങ്ങനെ ഇടുന്നത് കേട്ടോ. പിന്നെ ചില ആൾക്കാർക്ക് പുറത്ത് ഇങ്ങനെ സീറ്റൊക്കെ കെട്ടിയിട്ടുണ്ടാവും. നമുക്കിങ്ങനെ പുറത്ത് അങ്ങനത്തെ സൗകര്യം ഇല്ലാത്തത് കൊണ്ട് നമ്മൾ വീടിൻ്റെ ഉള്ളിൽ തന്നെ കേട്ടോ ഫുള്ള് അലക്കി ചിക്കിടുന്നത്. ഒരു അതിനാട്ടോ ഓരോ ബെഡ്റൂമിലും ഓരോ സ്ഥലത്തുണ്ടാവും. പിന്നെ എത്ര നമ്മൾ അലക്കിയത് നല്ലോണം നോക്കി കൊണ്ടിടുന്നാലും ഈ വെള്ള ഷർട്ടൊക്കെ ആകുമ്പോൾ വേഗം പുള്ളി കുത്തി പോകും. നല്ല ശ്രദ്ധ തന്നെ കൊടുക്കണം കേട്ടോ. അതുപോലെ വെള്ള തുണികളൊക്കെ. പിന്നെ തന്നെ കുറച്ച് അയലുകൾ ഇവിടെ കോണീൻ്റെ ഇവിടെ ഇങ്ങോട്ട് കെട്ടിട്ടോ, കോണിക്കൂടിൻ്റെ ഇവിടേക്കാട്ട് കുറച്ച് അയൽ കെട്ടിയിട്ട് ബാക്കിയുള്ളതെല്ലാം ഇതിൻ്റെ മുകളിൽ ഇങ്ങോട്ടാണ് കൊണ്ടുപോയിട്ട് കേട്ടോ. എന്നാലും നമുക്ക് ഇത്രയൊക്കെ സൗകര്യമുണ്ട്. ഇത്രയും സൗകര്യമില്ലാത്ത എത്രയോ ആൾക്കാരുണ്ട്. അതൊക്കെ കാണുമ്പോൾ നമുക്ക് നല്ല സൗകര്യം തന്നെ. പിന്നെ പറ്റി പിടിച്ച് അവിടെയൊക്കെ കയറി ഞാൻ ഓരോന്നായിട്ട് അവിടെയൊക്കെ ഇങ്ങനെ നിറച്ചു ഇങ്ങോട്ട് 2 ദിവസം നമ്മൾ അലക്കിയില്ലെങ്കിൽ പിന്നെ നമുക്ക് ഒരുപാട് ഉണ്ടാവും കേട്ടോ. പിന്നെ അന്നേ അലക്കുകയാണെങ്കിൽ വലിയൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. പിന്നെ ഓരോ ദിവസം മഴേൻ്റെ കാലാവസ്ഥനെ പോലെ അനുസരിച്ചേ നമുക്ക് അലക്കാനും കഴിയുള്ളൂ. അപ്പോൾ അതാ ഞാൻ ഇന്നിപ്പോൾ ഒരുപാട് അലക്കാണ്ടായി. അതൊക്കെ അലക്കി ഞാൻ എല്ലൂടെ ഇവിടേക്ക് അങ്ങോട്ട് ഇടാമെന്ന് വിചാരിച്ചു. അപ്പം നല്ല ഭംഗി തന്നെയാണ് കേട്ടോ. പിന്നെ ഇതൊക്കെ ഒരു നല്ല വെയിലറച്ച് ഉണങ്ങണ പോലെ ഉണ്ടാവില്ലല്ലോ. ഇതിനൊന്നും പിന്നെ വലിയൊരു ഉണക്കം കിട്ടുകയും ചെയ്തു. എപ്പോഴും ഒരു നനവുള്ള പോലെ ഉണ്ടാവും. ഈ ജീൻസ് പാൻറ്റൊക്കെ ആണെങ്കിൽ പറയും വേണ്ട. അതൊക്കെ ഒരാഴ്ച തന്നെ കുടിക്കും. പിന്നെ അങ്ങനെ എന്നിട്ട് എടുത്തിടുക. നിങ്ങളൊക്കെ എങ്ങനെ ചെയ്യുന്നുള്ളവരൊക്കെ ഒന്ന് കമൻറ്റ് അറിയിക്കട്ടോ. നിങ്ങളെ വീടിലൊക്കെ എങ്ങനെയാണോ ഉള്ളത്, വീടിൻ്റെ ബെഡ്റൂമിലോ ഡൈനിങ് ഹാളിലോ. പിന്നെ ഓരോരുത്തർ പറയും ജലദോഷം കഫക്കെട്ടൊക്കെ നമ്മൾ അലക്കിയതൊക്കെ ഇങ്ങനെ കിടക്കുന്ന റൂമിലേക്ക് ബെഡ്റൂമിലേക്കൊക്കെ ഇട്ടാൽ ജലദോഷം പിടിക്കും എന്നുള്ളതൊക്കെ. പിന്നെ നമ്മൾ എവിടെ ഇടാൻ ഇതൊക്കെ യൂണിഫോമും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് ഉണങ്ങും വേണ്ടതാണല്ലോ. ഇതുപോലെ തന്നെ ആയിരിക്കും ഒരു മിക്കവാറും ആൾക്കാരും അലക്കി ഉണക്കുന്നത് ഇങ്ങനെ തന്നെ ആയിരിക്കും കേട്ടോ. അപ്പം ഞാൻ ഇന്നിപ്പോൾ ഇത് ചെറിയൊരിതായിട്ട് നിങ്ങളെങ്ങനെയാണ് ചെയ്യുന്നത് ഉള്ളതൊക്കെ ഒന്ന് കമൻ്റ് അറിയിക്കും. നമ്മൾ ചെയ്യുന്ന രീതി ഒന്ന് ഞാൻ ഇങ്ങനെ ചെറിയൊരു വീഡിയോസ് ആക്കി ഇട്ടത് കേട്ടോ. പിന്നെ എന്തൊക്കെയുണ്ട്, എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഇന്ന് പിന്നെ റെഡ് അലേർട്ടാണ് ഞങ്ങൾക്ക് ഇവിടെ. അപ്പോൾ അതുകൊണ്ടൊന്നും സ്കൂളും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. എല്ലാവരും വീട്ടിൽ തന്നെയാണ് ഒതുങ്ങിയിരിക്കുകയാണ്. പിന്നെ നല്ല മഴയാണ് കേട്ടോ. പുറത്തേക്കും ഇങ്ങോട്ടുമൊക്കെ മക്കളൊക്കെ ഇറങ്ങുന്നതൊക്കെ നല്ലോണം ശ്രദ്ധിക്കുക. മഴ സ്കൂളില്ലെങ്കിലും മക്കൾക്കൊരു പുറത്തേക്ക് പോകൽ കുറച്ച് അധികമാണ് കേട്ടോ. സ്കൂളുണ്ടെങ്കിൽ പിന്നെ അത്ര വലിയ വിഷയമല്ല. മക്കളോട് പറഞ്ഞാലൊരിട കേൾക്കും ചെയ്യൂല. മഴ ചോർന്നെന്ന് പറയും, ഓരങ്ങോട്ട് ഇറങ്ങുകയും ചെയ്യും.
പിന്നെ എല്ലാവരും ശ്രദ്ധിക്കുക, നല്ലോണം ശ്രദ്ധിക്കുക തന്നെ. വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് അറിയിക്കുക. ഓക്കെ ബൈ.